ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ഒരു ഫ്രഷ് ഈത്തപ്പഴത്തിന്റെ ഒരു കേക്കുമായിട്ടാണ്. അത് എന്തൊക്കെയാണ് സാധനങ്ങളെന്നൊന്ന് നോക്കിയാലോ. ഞാൻ ഇവിടെ 4 മുട്ട എടുത്തിട്ടുണ്ട്, കണ്ടല്ലോ, 4 മുട്ട എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 കപ്പ് ഫ്രഷ് ഈത്തപ്പഴമാണ്, കണ്ടോക്കി. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാല് ഓട്സും കൂടെയാണ്. ഒരു പ്രത്യേക കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ചപ്പൽ ഓട്സ് ഇട്ടാണ് ഞാൻ ഈ കേക്ക് ഉണ്ടാക്കുന്നത്. അത് 2 കപ്പ് ഓട്സ് എടുത്തിട്ടുണ്ട്, 1 കപ്പ് മൈദ മാവ് എടുത്തിട്ടുണ്ട്. അതിന് രണ്ടും കൂടി ഒന്ന് മിക്സ് ആക്കാം. കണ്ടല്ലോ, മൈദ മാവും ഓട്സും കൂടി നമുക്കൊന്നൊന്ന് മിക്സ് ആക്കാം. പിന്നെ എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഞാൻ എടുത്തിട്ടുണ്ട്. അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, ഇത് നമുക്കെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി മാറ്റി വയ്ക്കാം. കണ്ടോ, ഇതിനുശേഷം ബാക്കിയുള്ള ചേരുവകളെല്ലാം കൂടെ ചേർക്കാം. പിന്നെ ഇനി ഞാൻ പറയാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ബ്രൗൺ ഷുഗറാണ്. 200 ഗ്രാം ബ്രൗൺ ഷുഗർ എടുത്തിട്ടുണ്ട്. പിന്നെ വൈറ്റ് ഷുഗർ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ 200 ഗ്രാം എടുത്തിട്ടുണ്ട്. 125 ഗ്രാം ml കപ്പിന് ഓയിൽ എടുത്തിട്ടുണ്ട്. 1 കപ്പ് പാൽ എടുത്തിട്ടുണ്ട്. കണ്ടല്ലോ. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ കുറച്ച് നട്ട്സ് എടുത്തിട്ടുണ്ട്. കുറച്ച് വാൾനട്ടും കുറച്ച് കറുത്ത മുന്തിരിയും വൈറ്റ് മുന്തിരിയും കൂടെ ഞാൻ ഇതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. എന്നാൽ നമുക്കിതൊന്ന് ആദ്യം മുട്ട പൊട്ടിച്ച് ഒഴിച്ച് നമുക്കൊന്ന് ബീറ്റ് ചെയ്യാം. ഒരു മിഷ്യന്റെ ഒരു പാത്രം ഞാൻ എടുത്ത് അതിലോട്ട് ഞാൻ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നു. കണ്ടോക്കി, പഞ്ചസാര ഞാൻ ആഡ് ചെയ്ത് കൊടുത്ത് ഇതിനകത്തോട്ട് നമുക്ക് മുട്ട പൊട്ടിച്ച് ഒഴിച്ചു. 4 മുട്ട, ഒരു ചെറിയ മുട്ട ആയതുകൊണ്ടാണ് 4 എടുത്താൽ, വലിയ മുട്ടയാണെങ്കിൽ നിങ്ങൾ 3 എടുത്താലും മതി. 4 മുട്ട ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ക്രീമാക്കി എടുക്കണം. അടുത്ത നമുക്ക് അതിലോട്ട് കുക്കിംഗ് നമ്മൾ ഓയിലുണ്ടല്ലോ, ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ അടുത്ത നമുക്ക് പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. പാലും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 1 നുള്ളി ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ഉപ്പ് നമുക്ക് എപ്പോഴും മധുരം ബാലൻസ് ചെയ്യാൻ ഈ മൈദ മാവിലോട്ട് 1 നുള്ളി ഉപ്പ് നമുക്ക് അതിനകത്തോട്ട് ഒന്ന് ചേർത്ത് കൊടുക്കാം. കണ്ടല്ലോ, 1 നുള്ളി ഉപ്പും ചേർത്ത് കൊടുത്ത് ഇനി നമുക്ക് കുറച്ച് നമുക്ക് മൈദ ആഡ് ചെയ്ത് കൊടുക്കാം. മൈദയും ഓയിൽസും എല്ലാം കൂടെ മിക്സ് ചെയ്തത് നമുക്ക് അതിനകത്തോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. അതുകൊണ്ടല്ലേ കാണാലോ, കുറച്ചൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അത് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ. കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അടുത്തത് നമുക്ക് ഈത്തപ്പഴം നമുക്ക് അതിനകത്തോട്ട് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ബിസ്മില്ലാ. ഈത്തപ്പഴം ആഡ് ചെയ്ത് കൊടുത്ത് അടുത്തത് നമ്മൾ മുന്തിരി വാൾനട്ട് എല്ലാം കൂടി അതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്ന് കറക്കി എടുത്തുകൊണ്ട് വരാം. കേക്ക് ഇതാണ്ട് ഇവിടെ ജസ്റ്റ് ആയിട്ട് അടിച്ച് കിട്ടിയിട്ടുണ്ട്. കണ്ടല്ലോ, ഇതുപോലെ ഇരിക്കണം. കണ്ടു, അടിച്ച് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇതുപോലെ ഒരു ട്രേ എടുത്തിട്ടുണ്ട്. ട്രേ എടുത്തൊരു ബട്ടർ പേപ്പറും വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്കിതൊന്ന് ആഡ് ചെയ്യാം. ഈ കേക്ക് നമുക്കൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇതിന്റെ മുകളിലോട്ട് കുറച്ച് അലമണ്ട് കട്ട് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ബിസ്മില്ലാ. ഇനി കുറച്ച് വെള്ള എള്ളും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് വെള്ള എള്ളും കൂടി ഇതിന്റെ മുകളിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് എപ്പോഴും ബേക്ക് ചെയ്യുന്ന ഏത് സാധനം 10 മിനിറ്റിന് മുമ്പ് ഓവൻ ഫ്രീ ഹീറ്റാക്കി ഇടണം. അതിനുശേഷം മാത്രമേ ഈ കേക്ക് കൊണ്ട് വെക്കാവൂ. ഞാനിപ്പോൾ ഇത് ഓവനിലോട്ട് വെക്കാൻ പോവുകയാണ്. ഓവൻ ഞാൻ ഫ്രീ ഹീറ്റാക്കി ഇട്ടിട്ടുണ്ട്. നമ്മളുണ്ടാക്കിയ കേക്ക് നിങ്ങൾ കണ്ടോക്കി, സൂപ്പറായി കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ. തയ്യാറാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടല്ലോ ഒന്ന് ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ.
താങ്ക് യു ഫോർ വാച്ചിങ്.